ഇത് രത്നങ്ങൾ തന്നെ, സംശയമില്ല. കുറച്ച് നെല്ല് കൊടുക്കാം. നാളെ സന്ധ്യയ്ക്ക് മുമ്പായി ഞാൻ നീലിമല കുന്നിലെത്തും. അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ഭിക്ഷ തന്ന തമ്പുരാനെ അടിയൻ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അടിയൻ പോട്ടെ തമ്പുരാനെ. കയ്യിൽ വന്ന അപൂർവ രത്നങ്ങൾ പോലും തിരിച്ചറിയാത്ത ഭിക്ഷക്കാരി. വെറുതെ അല്ല ഇവർ വീട് വീടാന്തരം കയറിയിറങ്ങി ഭിക്ഷ തെണ്ടേണ്ടി വരുന്നത്. നാളെ കഴിഞ്ഞാൽ ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ. വിശിഷ്ടമായ രത്നങ്ങളാണല്ലോ. ആരുടെങ്കിലും കയ്യിൽ നിന്ന് പോയതായിരിക്കുമോ? ഇത്രയും വിലപിടിച്ച രത്നങ്ങൾ ആരായിരിക്കും ഇങ്ങനെ വലിച്ചെറിഞ്ഞത്? ഭവതിയുടെ ചിരിയിൽ നിന്നും പൊഴിഞ്ഞു വീണ മുത്തുകളാണോ ഇതെല്ലാം? മുഖസ്തുതി അസലായിരിക്കുന്നു. ഏത് നാട്ടുകാരിയാണ്? ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. അല്പം ദൂരെ നിന്നാ വരുന്നത്. വരവിന്റെ ഉദ്ദേശം അല്പം വിചിത്രമാണെന്ന് കൂട്ടിക്കൊള്ളു. എന്താണ് ഉദ്ദേശം? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. നല്ലൊരു വരനെ തേടി പുറപ്പെട്ടതാ. വരനെ തേടി പുറപ്പെടുകയോ? അതിവിചിത്രം. കുഞ്ഞുനാള് മുതൽ എല്ലാ ആചാര രീതികളിൽ നിന്നും മാറി നടക്കാൻ ശീലിച്ചവളാ ഞാൻ. ഇപ്പോ വിവാഹപ്രായമായി. എന്റെ പുരുഷനെ ഞാൻ തന്നെ തേടി കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള മുത്തുകളാണ് വഴിയിൽ പാകിയത്. വന്നതാകട്ടെ അങ്ങും. അങ്ങ് വിവാഹിതനാണോ? ഏയ് അല്ല. മുത്തുകൾ പാകിയ വഴിയെ ഞാൻ നടന്നെത്തിച്ചേർന്നത് ഈ സൗന്ദര്യത്തെ നമുക്ക് സ്വന്തമാക്കാനാണോ? എങ്കിൽ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഉടലും മനസ്സും തരിച്ചു പോകുന്ന ചിരി. എനിക്ക് വലിയ ഗ്രഹമുണ്ട്, ആവശ്യത്തിലേറെ സമ്പത്തും. എല്ലാത്തിന്റെ അധിപയായി ഭവതിക്ക് എന്റെ കൂടെ വരാം. തിടുക്കം കാണിക്കാതിരിക്കൂ. സമയം ഞാൻ പറയാം. ഇന്ന് സായന്തനത്തിൽ നീലിമലക്കുന്നിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാവും അങ്ങേക്ക്? ഈ സൗന്ദര്യധാമത്തിന്റെ അടുത്തേക്കാണെങ്കിൽ നീലിമല കുന്നല്ല, സാക്ഷാൽ കൈലാസം താണ്ടാനും ഞാൻ തയ്യാറാണ്. എങ്കിലങ്ങനെ ആവട്ടെ. സന്ധ്യയുടെ ചുവപ്പ് വീഴുന്നതിന് മുമ്പ് നമുക്ക് നീലിമലക്കുന്നിൽ സംഗമിക്കാം. ഭവതിയുടെ പേര്? ദേവി. ആളെപ്പോലെ തന്നെ നാമവും സുന്ദരം. കൃത്യസമയത്ത് തന്നെ നീലിമലക്കുന്നിൽ ഞാൻ എത്തിക്കോളാം. ഞാൻ കാത്തിരിക്കും. എന്തൊരതിശയം, മഹാഭാഗ്യം. അതിസുന്ദരിയായ ഒരു പെണ്ണും അതിവിശിഷ്ടമായ രത്നങ്ങളും എനിക്ക് സ്വന്തം. ലക്ഷണം പറയും.
ലക്ഷണം പറയാം. വലിയൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് കൈ കാണിക്കാമോ? വേണ്ട, എന്നെക്കുറിച്ച് ആർക്കും പ്രവചനങ്ങൾ നടത്താൻ പറ്റില്ല. എന്നെക്കുറിച്ച് പ്രവചിക്കാൻ എനിക്കേ പറ്റൂ. എങ്കിലൊരു മുഖലക്ഷണം പറയട്ടെ. വിശിഷ്ടമായ രത്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതിവിശിഷ്ടമായ രത്നങ്ങൾ. എന്താ ലക്ഷണം പറയട്ടെ? രാശിയുള്ളവനാണ്. സമ്പത്തിൽ മഹാരാജാവിനേക്കാൾ മുകളിൽ പോകണമെന്നാണ് തലയിലെഴുത്ത്. പുകഴ്ത്തുന്നതിലും മിടുക്ക് കാണിക്കുന്നവരാ. അതുകൊണ്ട് അതിൽ അതിശയമില്ല. ഒരു വലിയ നിധിശേഖരം ഈ കൈകളിൽ എത്തിച്ചേരാനുണ്ട്. അധികം താമസിക്കാതെ അത് എത്തുകയും ചെയ്യും. എങ്ങനെ? ആകാശത്തുനിന്ന് രത്നങ്ങൾ മഴയായിട്ട് പൊഴിയോ? അതോ നിധിശേഖരൻ നമ്മുടെ അറിയില് തനിയെ എത്തിച്ചേരുവോ? കഷ്ടപ്പെടാതെ ഒന്നും സമ്പാദിക്കാനാവില്ല. തൊട്ടടുത്ത ദിവസം രത്നങ്ങൾ ഈ കൈകൊണ്ട് കൈകാര്യം ചെയ്തത് സത്യമാണെങ്കിൽ ആ നിധിയും അങ്ങേക്കുള്ളത് തന്നെയാണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് നീലിമലക്കുന്നിൽ എത്തിക്കോളൂ. അങ്ങേക്കുള്ള നിധി അവിടെ ഉണ്ടാകും. അവിടെ ആര് കൊണ്ടുവരും? വിശ്വാസമില്ലെങ്കിൽ പോകണമെന്നില്ല. കയ്യിൽ കണ്ടത് ഞാൻ പറഞ്ഞു. ബാക്കി അങ്ങയുടെ ഇഷ്ടം. പോയി നോക്കുന്നതുകൊണ്ട് എന്താ? ഒരുപക്ഷെ പറഞ്ഞത് സത്യമാണെങ്കിലോ? ഇവിടെ വരാനാണല്ലോ പറഞ്ഞിരുന്നത്. ഇവനെന്താ ഇവിടെ? ദേവിയെ കണ്ട് മോഹിച്ചു വന്നതായിരിക്കുമോ? എങ്കിൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ സ്ത്രീയെ കാണുന്നില്ലല്ലോ. നീ എന്താ ഇവിടെ? നീലിമലക്കുന്ന് എല്ലാവർക്കും സ്വന്തമല്ലേ? നിനക്ക് വരാമെങ്കിൽ എനിക്ക് വന്നാൽ എന്താ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്തെങ്കിലും ആയിക്കോട്ടെ. നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. എന്റെ ഉദ്ദേശമേ നടക്കൂ. വന്ന വഴിയെ പോയിക്കോ. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. നീ വന്ന വഴിയെ പോവാൻ നോക്ക്. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനം എനിക്കെടുക്കാനുണ്ട്. നീ ഒരു തീരുമാനം എടുക്കില്ല. ആദ്യം വന്ന ഞാനല്ലേ? ഞാൻ എടുക്കും തീരുമാനം. നീ ആദ്യം വന്നത് കരുതിയിട്ട് കാണാടാ, നമുക്ക് കാണാം. നീ വന്ന വഴി പോകാൻ നോക്കും. ഇല്ലില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇവന്മാരെന്താ ഇവിടെ? നീ പോകാൻ നോക്ക്. നിങ്ങളെന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ? എന്തിനാ തർക്കിക്കുന്നത്? നീ എന്തിനു വന്നു? എന്നെ കാണാൻ ഒരാൾ ഇവിടെ വരും. ഞാനും എന്റെ ജീവിത സഖിയും കണ്ടുമുട്ടാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. ശല്യമുണ്ടാക്കാതെ പോകും. എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഇഷ്ടം പോലെ രത്നാഭരണങ്ങളുമായി ഒരാൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു നിധിശേഖരം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. നിങ്ങളോട് ഇതാരാണ് പറഞ്ഞത്? കൈകളിൽ രത്നങ്ങളുമായി ഒരു വൃദ്ധ എന്റെ വീട്ടിൽ വന്നിരുന്നു. അവരാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ല, നീ? അതിസുന്ദരിയായ ഒരു പെണ്ണ്. അവൾ അവളുടെ ജീവിതത്തിൽ ഭർത്താവിനെ തേടുകയാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്. വഴിയരികിൽ ഒരു കാക്കത്തി രത്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൈ അല്ലേന്ന് ചോദിച്ചു. പിന്നീട് ഇവിടെ വന്ന രത്നങ്ങൾ കിട്ടുമെന്നും പറഞ്ഞു. അതിസുന്ദരിയായ പെണ്ണിനടുത്തേക്ക് എന്നെ എത്തിച്ചത് വഴിയിൽ കിടന്ന രത്നങ്ങളാണ്. വൃദ്ധവേഷത്തിൽ എന്റെ അടുത്ത് വരിക, രത്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക. തരുണിയുടെ വേഷത്തിൽ നിന്റെ മുന്നിൽ. എല്ലായിടത്തും രത്നങ്ങളുടെ സംസാരം. ഒരുപക്ഷെ നമ്മൾ മൂന്നുപേരും ചേർന്ന് രത്നങ്ങൾ അപഹരിച്ചത് ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് അറിയുന്നത് എങ്ങനെ? വൃദ്ധവേഷത്തിൽ എന്നെ കാണാൻ വന്നവർ. എന്നെ കൊതിപ്പിച്ച സുന്ദരി അവളാണ്.
എന്തോ ആപത്തുണ്ട്. ഇത് വേറെ ഏതോ ശക്തിയാണ്. നമ്മളെ 3 പേരെ ഇവിടെ എത്തിച്ചത് ആ ശക്തിയാണ്. ഓടിക്കോ, ഓടിക്കോ. ഓട് 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 ഓട്. അയ്യോ, ഓട് ഓട്. അയ്യോ. ഓടിക്കോ. അമ്മേ മാപ്പ്, മാപ്പ്. അമ്മേ അമ്മേ, ദേവി, അമ്മേ മാപ്പ്. ദേവി കാക്കണേ. മാപ്പ്. അമ്മേ, സമസ്ത അപരാധങ്ങളും പുറത്തു തരണേ ദേവി. അപരാധങ്ങൾ പൊറുക്കണേ. ദേവി, എല്ലാ അമ്മേ. തെറ്റുകളും പുറത്തു മാപ്പ് തരണേ ദേവി. സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പ് തരണേ ദേവി. അമ്മേ മഹാമായേ ദേവി. ഭഗവതി മഹാമായി മാപ്പ് തരണേ. എല്ലാ പാപങ്ങൾക്കും മാപ്പ് തരണേ അമ്മേ. മാപ്പ്. അമ്മേ ദേവി മാപ്പാക്കണം. തമ്പുരാൻ നീണാൾ വാഴട്ടെ. തമ്പുരാൻ, ഇവരാണ് ജാതവേദന്റെ രത്നങ്ങൾ മോഷ്ടിച്ചത്. ഇവരോ? ഇവർ കള്ളന്മാരല്ല, കൊള്ളക്കാരുമല്ല. ദേശമംഗലത്തിലെ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ടവർ. ഇവരാണോ മോഷ്ടാക്കൾ? അതേ തമ്പുരാൻ, നമ്മുടെ സേനാനികർ ഇവരെ കണ്ടെത്തുകയായിരുന്നില്ല. കയ്യിൽ വാരിപ്പിടിച്ച രത്നങ്ങളുമായി ഇവർ തന്നെ അങ്ങയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. തമ്പുരാൻ, ഞങ്ങളെ രക്ഷിക്കണം. ദേവി മഹാമായ ഞങ്ങൾക്ക് പുറകെയുണ്ട്. ആ വിളയാട്ടം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, പക്ഷെ ചെയ്തുപോയി തമ്പുരാൻ. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ പേര് കളങ്കപ്പെടുത്താനോ അതോ നാട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കാനോ? തമ്പുരാനെ, ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചത് അയൽ രാജ്യത്തെ ഉദയവർമ്മ തമ്പുരാനാണ്. വാഗ്ദാനങ്ങൾ കേട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയപ്പോ ഞങ്ങൾ അറിയാതെ. ദേശമംഗലത്തെ ജനങ്ങൾക്കിടയിൽ എത്രയോ വലിയ സ്ഥാനം വഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് അറിയാതൊരു തെറ്റ് ചെയ്തു പോയെന്നോ? അയൽ രാജാവിന് വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ കീർത്തി നശിപ്പിക്കുന്നത് രാജ്യദ്രോഹാണെന്ന് മറന്നുപോയോ? ജാതവേദൻ, ഈ കിഴികൾ വാങ്ങിക്കൂ. അങ്ങയുടെ അറയിലെ നഷ്ടപ്പെട്ട രത്നങ്ങൾ മുഴുവനുണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ശരി തമ്പുരാൻ. തമ്പുരാനെ, ദേവി കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഇനി അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ നാം തീരുമാനിച്ചാൽ ദേവീ കോപത്തിന് നാം ഇരയാവില്ലേ? തമ്പുരാനെ, കനിവ് കാണിക്കണം. ഇല്ല, ജാതവേദന്റെ രത്നങ്ങൾ കൊള്ളയടിക്കാൻ മോഷ്ടാക്കളെ അല്ലാതെ ഇവരെ തിരഞ്ഞെടുത്തത് ഉദയവർമ്മന്റെ ബുദ്ധി. ഒരു ശത്രുവിന് ഏത് നിലയ്ക്കും അധപ്പതിക്കാം, പക്ഷേ ദേശമംഗലത്തെ പൗരൻ അവന്റെ ധർമ്മം കാണിക്കണമായിരുന്നു. ശിക്ഷാവിധി ഒരു കാരാഗ്രഹം കൊണ്ട് തീരില്ല. ജനങ്ങളെ വിളിച്ചുകൂട്ടി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കാനുള്ള അവസരം അവർക്ക് നാം വിട്ടുകൊടുക്കും. അവര് വിധിക്കട്ടെ. അത് കല്ലെറിഞ്ഞു കൊല്ലുവാനായാലും കഴുമരത്തിലേറ്റുവാനായാലും. മന്ത്രിമുഖ്യ, തമ്പുരാൻ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഈ 3 പേരെയും തുറുങ്കിലടയ്ക്ക്. കൽപ്പന പോലെ. നടക്ക്.
തമ്പുരാൻ ഉദയവർമ്മന് ഉചിതമായ മറുപടി കൊടുക്കണ്ടേ? വേണം. ഉദയവർമ്മനുള്ള കുറിമാനം അധികം വൈകാതെ അയക്കാം. നമ്മുടെ വിശ്വാസം തെറ്റിയില്ല. ദേവി മഹാമായ അത്ഭുതങ്ങൾ കാണിച്ചു. ഇവരെ നമുക്ക് കാണിച്ചു തന്നതും അമ്മ മഹാമായ തന്നെയാണ്. എല്ലാം അമ്മയുടെ വിളയാട്ടങ്ങൾ. ഈ ദേശം മഹാമായയുടേതാണ്. ഈ സിംഹാസനത്തിൽ നാം വെറുമൊരു കാവൽക്കാരൻ മാത്രം. അടിയുറച്ച ദേവീഭക്തനായി ദേശത്തിന്റെ കാവൽക്കാരനാവാനാണ് നമ്മുടെ തീരുമാനം. അമ്മേ ഭഗവതി, അമ്മേ മഹാമായേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ അമ്മേ ഭഗവതി. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. തമ്പുരാട്ടി നേർന്ന കടുംപായസം അമ്മയ്ക്ക് നേദിച്ചു. ഇതാ പ്രസാദം. ചക്രപാണി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തിടുക്കമാണ് അദ്ദേഹത്തിന്. രത്നവ്യാപാരിയുടെ കാര്യം പറഞ്ഞ് ഒരിക്കൽ എന്നോട് തർക്കിച്ചു. ദേവി മഹാമായ അതിന് പരിഹാരം കണ്ട വിധം അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നില്ല. അല്പവിശ്വാസി അവിശ്വാസിയേക്കാൾ അപകടകാരിയാണ്. അയാൾ എന്നെ തടയണ്ട. തിരുമേനി, ആ വരുന്നതാണ് ഞാൻ പറയാറുള്ള യോഗിനിയമ്മ. പ്രണാമം യോഗിനിമാത. പ്രണാമം. ഇത് മേൽശാന്തി വിഷ്ണുദത്ത് നമ്പൂതിരി. ദുഃഖങ്ങളെല്ലാം അവസാനിച്ചല്ലോ അല്ലേ? അവിടുത്തെ നല്ല വാക്കുകൾ കൊണ്ടും മഹാമായയുടെ അനുഗ്രഹം കൊണ്ടും എല്ലാം സന്തോഷമാണ്. നിവേദ്യമാണോ കയ്യിൽ? അതെ, അമ്മയ്ക്കായി നേദിച്ച കടുംപായസം. ആഹാ, കൊള്ളാലോ. കുറച്ച് തരാമോ? അതിനെന്താ, അമ്മ എടുത്തോളൂ. തിരുമേനി, ഞങ്ങൾ ഇറങ്ങുകയാണ്. ക്ഷേത്രനടയിൽ നിന്നും യാത്ര പറയുമ്പോൾ സന്തോഷമാണല്ലോ പതിവ്. ഇവരുടെ സംസാരത്തിൽ എന്തോ ദുഃഖം കലർന്നതുപോലെ. എന്താണ്? വലതുകാലിൽ വേദനയും നീരുമായിട്ട് 3-4 ദിവസം മുൻപ് വന്നതാണ്. ഇവിടെ അമ്മയുടെ മുൻപിൽ ഭജനമിരുന്നു. മാറ്റങ്ങളൊന്നും വന്നില്ല. ഇദ്ദേഹത്തിന് തിരിച്ചു പോകണമെന്ന് നിർബന്ധം. എന്തു പറ്റിയതാണ്? കാലൊന്ന് കാണിക്കാമോ? അത്ഭുത സിദ്ധിയുള്ള യോഗിനിയാണ്. ഓ, ഇതാണോ കാര്യം? ഇത് വളരെ നിസ്സാരമാണല്ലോ. കാലം കുറയായി ഈ വേദന സഹിക്കുന്നു. നിസ്സാരമല്ല. നിസ്സാരമാണ്. ക്ഷേത്രത്തിനകത്ത് കത്തുന്ന നിലവിളക്കിൽ നിന്നും അല്പം എണ്ണയെടുത്ത് പുരട്ടേണ്ട കാര്യമേ ഉള്ളൂ. ആ നിമിഷം തന്നെ ഈ വ്രണങ്ങൾ ഇല്ലാതാവും. തിരുമേനി, എങ്കിൽ എത്രയും പെട്ടെന്ന്
ആ എണ്ണയൊന്ന് എടുത്തു തരൂ. ഒരു അവസാന പരീക്ഷണമായി അതുകൂടി ഒന്ന് നോക്കാമല്ലോ. ഔഷധമായി എണ്ണ മതി. പക്ഷേ അത് തിരുമേനി പുരട്ടിയിട്ടോ സ്വയം പുരട്ടിയിട്ടോ പ്രയോജനമില്ല. പിന്നെ പുരട്ടിത്തരേണ്ടത് സ്വന്തം മാതാവാണ്.